സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു വാക്കാണ്. സ്ട്രോക്ക് രണ്ട് തരത്തിലുണ്ട്. രക്തക്കുഴൽ അടഞ്ഞു വരുന്ന ഇസ്കീമിക് സ്ട്രോക്ക്, രക്തക്കുഴൽ പൊട്ടിയുണ്ടാകുന്ന രക്തസമ്മർദ്ദം മൂലം വരുന്ന ഹെമറാജിക് സ്ട്രോക്ക്. ഇതിൽ ഏറ്റവും സാധാരണയായിട്ട് ഏകദേശം 85% കാണുന്നത് ഈ രക്തക്കുഴൽ അടഞ്ഞു വരുന്ന ഇസ്കീമിക് സ്ട്രോക്കാണ്. ഈ രക്തക്കുഴൽ അടഞ്ഞു വരുന്ന ഇസ്കീമിക് സ്ട്രോക്കിന് സാധാരണയായി കാണുന്ന ലക്ഷണങ്ങൾ മുഖം ഒരു സൈഡിലേക്ക് കോടുക, കൈകാലുകളുടെ ബലക്കുറവ്, സംസാരത്തിലുള്ള കുഴച്ചിൽ, നടക്കുമ്പോൾ ബാലൻസ് തെറ്റുക മുതലായവയാണ്. ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ആശുപത്രിയിലേക്ക് എത്തുക. കാരണം സ്ട്രോക്കിൻ്റെ ആരംഭം മുതൽ ആദ്യത്തെ 4.5 മണിക്കൂർ നമ്മൾക്ക് അതിൻ്റെ ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുവാൻ സാധിക്കും. 4.5 മണിക്കൂർ കഴിഞ്ഞും നമുക്ക് ഇന്ന് മെക്കാനിക്കൽ ത്രോംബക്ടമി, അതായത് ആൻജിയോപ്ലാസ്റ്റി പോലെയുള്ള ചികിത്സകൾ വലിയ സ്ട്രോക്കിന് ലഭ്യമാണ്. അപ്പോൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഏതെങ്കിലും കാണുകയാണെങ്കിൽ സമയം ഒട്ടും കളയാതെ നമ്മൾ ഒരു സ്ട്രോക്ക് ചികിത്സ ലഭ്യമായിട്ടുള്ള ആശുപത്രിയിലേക്ക് എത്തുക. ടൈം ഈസ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. അത് വേസ്റ്റ് ആക്കാതിരിക്കുക. നന്ദി.